എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്തിട്ടുണ്ട്. വിത്ത് ദ സോൾ ഒബ്ജക്ട്സ്, ഒരേ ഒരു ലക്ഷ്യം, of how a clean sheet can be given to the suspected officer. ഇതില് പ്രതിയായിട്ടുള്ള ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. The entire legal principles were trampled to save one person. നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. പാരഗ്രാഫ് 105. ഇനി 106. അപ്പോൾ reviewing the records, it is evident that the joint secretary of the additional chief secretary issued a communication to the additional chief secretary and public relations later marked over as the addressee designation dated 11/4/25. It has been stated that the inquiry initiated against the suspected officer was completed and the vigilance director forwarded a report as per the director's letter dated March 12, 2025. It was also stated that the department verified and accepted the report and forwarded it to the relevant persons. Furthermore, it was also stated that it is also informed that the above decision has the approval of the chief minister. ഈ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. ഈ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. The exact word used in the letter is മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു. What is the role of the so-called constitutional dignitaries in the inquiry initiated against the high-ranking police officer? It's a fact that the vigilance department falls under the control of the chief minister of the state. It is only for governance and nothing more. വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ്. അത് ഭരണത്തിന് വേണ്ടി മാത്രമാണ്. ഫോർ നത്തിങ് മോർ, മറ്റൊന്നിനുമല്ല. കേസുകളുടെ മെറിറ്റിൽ ഇടപെടുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മൗനം പാലിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ കേസ് കോടതി സ്വമോട്ടോ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇനി CPM ഓഡിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതി ചോർന്നത് സംബന്ധിച്ച് ആ വാർത്തകളിലും CPM നേതൃത്വം ദീർഘനാളായിട്ട് മൗനം പാലിക്കുകയാണ്. അത് അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ അവസാനം പരാതിക്കാരന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരാതിക്കാരൻ പറയുന്നത് ആ വക്കീൽ നോട്ടീസോടുകൂടി ഗോവിന്ദ മാസ്റ്റർ കൂടുതൽ കുഴപ്പത്തിലാവും. അത് എന്തുമാകട്ടെ, ഏതായാലും ഇതില് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഗവൺമെന്റിലേക്ക് വന്ന പണം അത് CPM നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയം. CPM പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ അവർ തീർക്കട്ടെ, അത് കുഴപ്പമില്ല. അത് അസംബന്ധമോ സംബന്ധമാകട്ടെ. പക്ഷെ സർക്കാരിലേക്ക് വന്ന പൈസ അത് CPM നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഒരു CPM പ്രവർത്തകൻ തന്നെ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ഗവൺമെന്റ് ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതാണ് ഒരു കാര്യം. കേരളത്തിന്റെ പല ഭാഗത്തും CPM ക്രിമിനലുകൾ പോലീസിന്റെ ഒത്താശയോടെ കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായിട്ട് ഒരു കാരണമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഗുരുതരമായി. ഇന്നലെ കടക്കലിൽ കോൺഗ്രസിന്റെ പൊതുയോഗം നടക്കുമ്പോഴാണ്, KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത കോൺഗ്രസിന്റെ പൊതുയോഗം നടക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് കായംകുളത്ത് മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഇപ്പോഴത്തെ കൗൺസിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെ, അറിയപ്പെടുന്ന നേതാക്കന്മാരെയാണ് CPM ക്രിമിനൽ സംഘം ആയുധങ്ങളുമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇതിലെല്ലാം പോലീസ് CPM ക്രിമിനലുകളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേസ് അന്വേഷണമോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനുള്ള നടപടിയോ
നിഷ്പക്ഷമായിട്ട് നീതിപൂർവമായിട്ട് നടക്കുന്നില്ല. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലും മറ്റു പല സ്ഥലങ്ങളിലും എഴുവൻ പോളിടെക്നിക് കോളേജിലും എല്ലാം KSU പ്രവർത്തകരെ SFIക്കാർ ഇതേപോലെ ക്രൂരമായിട്ട് ആക്രമിച്ച സംഭവത്തിലും പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ പോലീസ് നിലപാട് ഏറെ പ്രതിഷേധാർഹമാണ്. CPMന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ് ഈ ക്രിമിനൽ സംഘം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അഴിഞ്ഞാട്ടം നടത്തുന്നതെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകാൻ, പൗരാവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, നിയമവാഴ്ച പാലിക്കാൻ പോലീസും ഗവൺമെന്റും സന്നദ്ധമാണെന്ന് ആവശ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസിന്റെ ഭവന സന്ദർശനം ജനസമ്പർക്ക പരിപാടി ഈ മാസം 29, 30, 31 സെപ്റ്റംബർ 1, 2 തീയതികളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ സന്ദേശം വീടുകളിലെത്തിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിശദവിവരങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുന്നതിനും അതിന് പിന്തുണ നേടുന്നതിനും വേണ്ടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ജനസമ്പർക്ക പരിപാടി, ഭവന സന്ദർശന പരിപാടി നടത്തുന്നത്. അതിലെ ബന്ധപ്പെട്ട വാർഡുകളിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും, യാത്ര ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും, AICC ഭാരവാഹികൾ, KPCC ഭാരവാഹികൾ, MP-മാർ, MLA-മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഈ 5 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ബന്ധപ്പെട്ട വാർഡുകളിൽ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കാളിയാകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചെറിയൊരു ഫണ്ട് സമാഹരണം, വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് സമാഹരണവും ഈ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. 29, 30, 31 സെപ്റ്റംബർ 1, 2 5 ദിവസം CPMന്റെ ഈ കത്ത് ചോദ്യവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ഷർഷാദ് എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. പല ബിസിനസ് ബന്ധങ്ങളിലൂടെയും ചർച്ചയ്ക്ക് വരുന്നത്. ആരോപണം ഉന്നയിച്ച ആളെ കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കും. കോടതിയുടെ മുമ്പിലാണ് ആ കാര്യം ഉള്ളത്. അതിന് ഉത്തരം പറയേണ്ടത് CPM ആണ്. തള്ളി പറഞ്ഞിട്ടില്ല. ഈ കേസുള്ളതും ഈ ആക്ഷേപങ്ങളുള്ളതും CPM നേതാക്കന്മാരാരും നിഷേധിച്ചിട്ടില്ല. അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. അന്വേഷണം നടക്കട്ടെ. അതിനെക്കുറിച്ച് അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിപരമായുള്ള വിഷയത്തിൽ അങ്ങയുടെ ആസ്ഥാനത്ത് അങ്ങയുടെ വ്യക്തിപരമായ പരാതി കത്തയച്ച് അതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അതെങ്ങനെയാണ് കോൺഗ്രസ് ഓൺ ചെയ്യുന്നത്? തെളിയിക്കപ്പെടണമെങ്കിൽ ഏത് വിഷയത്തിലും എന്താണ് ഏത് കത്താണ് ചോദിക്കുന്നത്, എന്താണ് വിവാദങ്ങൾ? ആരും നിഷേധിച്ചിട്ടില്ല. CPM നേതാക്കന്മാർ പോലും തന്നെ ഇങ്ങനെ ഒരു പരാതിയുള്ള കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. അവരുടെ വാദം എന്തായിരുന്നു? ഇത് നേരത്തെ പരാതിക്കാരൻ ഫേസ്ബുക്കിൽ ഇട്ടതാണെന്നായിരുന്നു അവരുടെ വാദം. പരാതിക്കാരൻ വിശദീകരിച്ചത് എന്താണ്? അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമേ, അതിന്റെ കവർ പേജ് മാത്രമേ, അതിന്റെ കണ്ടന്റ്സ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ എന്താ, ഇതിൽ ഗവൺമെന്റ് മണി അത് മിസ്അപ്രോപ്രിയേഷൻ വിധേയമായിട്ടുണ്ട്. ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് ഞങ്ങൾ പരാതി അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പം ഈ ADGPക്കെതിരെയുള്ള എന്താണ് ഒരു പരാതിക്കാരന്റെ ആക്ഷേപം? എല്ലാ കേസുകളും ആരംഭിക്കുന്ന ഒരു പരാതിക്കാരൻ ഉണ്ടാകുമ്പോഴാണ്, പരാതിക്കാരനോ പരാതിക്കാരിയോ ഉണ്ടാകുമ്പോഴാണ് അവർ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം അതിന്റെ തുടക്കം ആരെങ്കിലും പരാതി കൊടുക്കുമ്പോഴാണ്. ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമേറിയതായതുകൊണ്ടാണ്. അത് എന്തുകൊണ്ട് CPM നേതാക്കന്മാർ ആ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? ഞങ്ങൾ അതിനെക്കുറിച്ചാണ് വി ആർ മോർ കൺസേൺഡ്. സർക്കാർ പണം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപം ഇതിന്റെ അകത്തുണ്ട്. അതിന് ആൻസറബിൾ ആയിരിക്കണം, ഉത്തരം കിട്ടണം. വിജിലൻസ് കോടതിയുടെ പ്രധാനപ്പെട്ട വിധിയാണ് വന്നത്.
അതിനകത്ത് ഇപ്പോൾ CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭവനം തൊട്ടിട്ടുണ്ട്. നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സമര പരിപാടി ഫോക്കസ് ആണ്. അത് നമ്മൾ രാജ്യത്ത് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഒന്ന്, കോടതിയിൽ ആ കേസുണ്ട്. കോടതി അത് സുമോട്ടോ കോഗ്നിസൻസ് എടുത്തിരിക്കുകയാണ്, ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതിന് സാധാരണഗതിയിൽ വേണ്ട സർക്കാരിന്റെ ഒരു അനുവാദം വേണം. ആ അനുവാദം ഇല്ലാതെ തന്നെ ഈ കേസിന്റെ പ്രാധാന്യം, ഇതിൽ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബഹുമാനെ കെ മാണി സാറ് രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അന്ന് പറഞ്ഞത് എന്താണ്? സീസറിന്റെ ഭാര്യ സംശയത്തിന് അതിഥിയായിരിക്കണം എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. അത് ജുഡീഷ്യറിയിലും അത് രാഷ്ട്രീയത്തിലും ജനറലായിട്ട് പലരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ. ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുള്ള ഒറ്റ കാരണത്തിനാണ് കെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടത്. കെ പി വിശ്വനാഥിനെതിരെ രാജിവെച്ചത് ഒരു ചെറിയ പരാമർശമാണ്. MP അങ്ങാരൻ എന്തിനാ രാജിവെച്ചത്? മകളെ കല്യാണം കഴിച്ചത് പ്രായപൂർത്തിയാകാതെയാണ് എന്ന ആക്ഷേപത്തിന്റെ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോഴാണ്, ഇമീഡിയറ്റ്ലി ഫയലിലെടുത്തപ്പോഴാണ് MP അങ്ങാരൻ രാജിവെച്ചത്. ഉമ്മൻചാണ്ടി രാജിക്ക് വേണ്ടി എന്തിനാ മറുപടി കൂട്ടിയത്? ഇത് ഇത്രയും വലിയ അതീവ ഗൗരവമേറിയ, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ അത് വിശദീകരിച്ചത്. ഇത്ര ഗൗരവമേറിയ ഒരു പരാമർശനം ഒരു മുഖ്യമന്ത്രിക്കെതിരായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഗൗരവമേറിയ സത്യപ്രതിജ്ഞാ ലംഘനം. അതീവ ഗൗരവമായ സാഹചര്യമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയത്. ഇല്ലില്ല, ഞങ്ങളിപ്പോ ഞങ്ങളെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും നന്നായിട്ട് ആ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സമരത്തിലേക്ക് പോകേണ്ട ഘട്ടമായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വി ആർ വാച്ചിങ്. ഒന്ന് കോടതിയിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ കാര്യത്തിൽ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വകുപ്പ് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് വകുപ്പിൽ അദ്ദേഹത്തിന് അതിന്റെ ഭരണ നിർവഹണ ചുമതല മാത്രമേ ഉള്ളൂ. കേസുകളുടെ മറുപടി മുഖ്യമന്ത്രിയാണോ പോകുന്നത്? എത്ര വിജിലൻസ് കേസ് ഉണ്ടായിട്ടുണ്ട്? എല്ലാ വിജിലൻസ് കേസും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ? അന്വേഷണം തുടരണമോ, പ്രതിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കണോ, അല്ല ചാർജ് ഷീറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രി FIR വായിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുന്നതിന് എന്ത് ചർച്ചയാണ്? കേസിലുണ്ടല്ലോ ചർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ചർച്ചയല്ല. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ഡിസ്കസ് ചെയ്യണ്ടേ? ഇന്ന കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കൺക്ലൂഷനിൽ അറൈവ് ചെയ്യാനുള്ള, മുഖ്യമന്ത്രി അത്തരം തീരുമാനത്തിലേക്ക് എത്താനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ്? ഓൺ വാട്ട് ബേസിസ് ദ CM has made that sort of a conclusion? On what basis? ഞങ്ങൾ ചോദിക്കുകയാണ്. അറിയാൻ ആഗ്രഹമുണ്ട്, ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വ്യക്തമായിട്ട് അറിയാലോ, അജിത് കുമാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും. അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു, RSSുമായിട്ടുള്ള പാലം, തൃശൂർ പൂരം കലക്കൽ, എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാറും P ശശിയും. അവരെ സംരക്ഷിക്കാൻ അധികാരത്തിന്റെ നഗ്നമായ ദുർവിനിയോഗമാണ് കേരള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. നഗ്നമായ ദുർവിനിയോഗം. ഇലക്ഷൻ വരെയാണല്ലോ ഈ മുന്നണിയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നതായിട്ട് പറയുന്നു. അതിങ്ങനെ നിങ്ങൾ നടത്തുന്നുള്ളൂ, ഞങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇല്ലില്ല, ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം നമ്മളെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. ജനങ്ങളെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്, കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്, ചെറിയ പൈസയും കൂടെ ചോദിക്കുകയാണ്. അതങ്ങ് നടക്കട്ടെ. നിങ്ങളെയൊക്കെ വീഡിയോ കണ്ട് വരുമ്പോൾ ചെറിയ പൈസ കൊടുത്ത് സഹായിക്കും. ചലഞ്ചല്ല, ഇതൊരു ചലഞ്ചാ. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 2 തവണ പോയി ചർച്ചകൾ നടത്തി. പട്ടിക കൈമാറുന്ന എന്താണ് ചർച്ചകൾ താമസിക്കാനാണ്. ഒന്ന് ഡൽഹിയിൽ 2 വട്ടം പോയില്ല, ഡൽഹിയിൽ പലവട്ടം പോയി. ഈ കാര്യത്തിന് 1 വട്ടം പോയത്. ഇത് ഞങ്ങള് ചർച്ച തുടരുകയാണ്. അതിനിങ്ങനെ ഒരു സമയക്ലിപ്തത, നേരത്തെ പറഞ്ഞ പോലെ ഭവന സന്ദർശനത്തിന് വെച്ചതുപോലെ ഒരു സമയക്ലിപ്ത വെച്ചിട്ടില്ല. അത് അതിൻ്റെതായ സമയമെടുത്ത് ചർച്ച തുടരുകയാണ്. ആരാ? അവരുടെ സതുപദേശത്തിനും നല്ല നിർദ്ദേശങ്ങൾക്കും ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. ഞാനെന്ന് പറഞ്ഞ് തിരുത്തുകയാണ്. ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു. അവരെല്ലാം വളരെ ഉയർന്ന നേതാക്കന്മാരാണ്, പരിചയ സമ്പന്നരാണ്.
ജനകീയ ബന്ധമുള്ളവരാണ്, സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം താല്പര്യരാണ്. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അതിന് അങ്ങേയറ്റത്തെ പരിഗണന നൽകും. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കഴിയുന്നത്ര ആളുകളുടെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ തേടും. ഞാൻ ആദ്യമേ പറഞ്ഞു, സമയം നിശ്ചയിച്ചിട്ടില്ല. നോ ടൈപ്പ് പരമാവധി ആൾക്കാരും ഉൾക്കൊള്ളും. അതായത് വലിയ കമ്മിറ്റി ഉൾക്കൊള്ളണ്ടേ